പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജിലെ ജനറേറ്റർ റൂമിലുണ്ടായ തീ അണച്ചു. ജനറേറ്റർ റൂം പൂർണ്ണമായും കത്തിനശിച്ചു. ഉടൻ തന്നെ രോഗികളെ ആശുപത്രി കെട്ടിടത്തിൽ നിന്ന് ഒഴിപ്പിച്ചതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. അഗ്നിശമന സേനയും പോലീസും സ്ഥലത്തെത്തിയാണ് തീ അണച്ചത്. വിവരങ്ങൾ നൽകുന്നു പ്രസാദ്. MS ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയാണ് ഈ കോന്നി മെഡിക്കൽ കോളേജിലെ ജനറേറ്റർ റൂമിലെ അഗ്നിബാധ ഉണ്ടായത്. പ്രത്യേകിച്ച് ഈ മലയോര മേഖലയൊക്കെ ആയപ്പോഴത്തേക്കിന് ഉച്ചയോടുകൂടിയൊക്കെ തന്നെ ചൂടിന്റെ കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് ചൂട് വളരെയധികം കൂടുതലായിട്ട് നിൽക്കുന്ന മേഖല കൂടിയായി കോന്നിയൊക്കെ ആയതുകൊണ്ട് ഈ മെഡിക്കൽ കോളേജിലെ പ്രധാന വാർഡിനോട് ചേർന്ന് തന്നെയാണ് ഈ ജനറേറ്റർ റൂം സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജനറേറ്റർ റൂമിലെ തീ പടർന്ന് ആളിക്കെത്തിയപ്പോഴത്തേക്ക് തന്നെ ഈ പ്രധാന രോഗിയും കൂട്ടിരിപ്പുകാരും കുട്ടികളൊക്കെ ഇരിക്കുന്ന വാർഡിലേക്ക് ഈ പുക പടർന്ന് പിടിക്കുകയും അത്യാഹിതം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബാക്കിയുള്ള നാട്ടുകാരും ഡോക്ടറും ഒക്കെ ഈ രക്ഷാപ്രവർത്തനം നടത്തി രോഗികളെയൊക്കെ മറ്റ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിന് ഇടയിൽ തന്നെയാണ് ഫയർഫോഴ്സും പിന്നെ കോന്നിയിൽ നിന്നുള്ള പോലീസ് സംഘവും എത്തി സംയോജിതമായ ഇടപെടൽ നടത്തിയാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത്. ഞാനിപ്പോൾ കോന്നി മെഡിക്കൽ കോളേജ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഉന്നത പോലീസ് സംഘവും പിന്നെ അഗ്നി സുരക്ഷാ സംവിധാനത്തിന്റെ മേഖലയിലുള്ള ഉന്നത ആൾക്കാർ ഇപ്പോൾ ജനറേറ്ററിന്റെ ഷോർട്ട് സർക്യൂട്ട് ആണോ എന്താണ് ഇത് പടർന്നു പിടിക്കാനുള്ള കാരണം എന്നതൊന്ന് അറിയാൻ വേണ്ടി അവരുടെ വിദഗ്ധ സംഘം ഇപ്പോൾ ഉടൻ തന്നെ എത്തുന്നുണ്ട്. അഗ്നിശമന സേന അങ്ങോട്ട് പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ തീ ഇത്രയും പെട്ടെന്ന് ഈ ജനറേറ്ററിൽ നിന്നും പടർന്നു പിടിക്കാനുള്ള കാരണം അതിന്റെ വരും മണിക്കൂറുകളിൽ നമുക്ക് അതിന്റെ റിപ്പോർട്ട് കിട്ടും. പക്ഷേ എങ്കിൽ തന്നെയും ഇപ്പൊ നമുക്ക് ആശ്വാസം തരുന്ന വാക്കാണ് തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഈ ശ്വാസമുട്ടലും മറ്റുമൊക്കെ ഉള്ള രോഗികളൊക്കെ അത്യാഹിത വാർഡിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. പക്ഷെങ്കിൽ മറ്റ് നമുക്ക് ഇവിടെ വന്നപ്പോഴത്തേക്കിന് ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് അംഗം ഈ വാർഡിലെ പ്രസിഡന്റ് മെമ്പർ ഒക്കെ അവരുടെ പ്രതികരണം നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. അവർ പറയുന്നത് സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥാനത്താണ് ഈ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുള്ളത്. പിന്നെ മൂല്യം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടുകൊണ്ടാണ് ഈ ജനറേറ്റർ സ്ഥാപിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട മെഡിക്കൽ കോളേജിന്റെ ഒരു ജനറേറ്റർ എങ്ങനെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി, ഇത് ആരുടെയൊക്കെ ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് ഇത് വലിയ അഗ്നിസ്ഫോടനം ഉണ്ടാകാതിരുന്നത് തന്നെയാണ് അവർ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്നാണ് ഈ വാർഡിലെ ജില്ലാ പഞ്ചായത്ത് അംഗവും മറ്റ് ജനപ്രതിനിധികളൊക്കെ നമ്മളോട് ഇപ്പോൾ MS ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശരി.